ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. പശ്ചിമബംഗാളിൽ രണ്ടാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. വോട്ടെടുപ്പ് മറ്റന്നാൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 5 ദിവസത്തെ ഹിമാചൽ പ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ആഗോള സമാധാനത്തോടുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ യോഗത്തിൽ ഉയർത്തിക്കാട്ടുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള വെടിനിർത്തൽ ചർച്ചകൾ പുനരാരംഭിക്കാനുള്ള ശ്രമം ഇസ്ലാമാബാദിൽ തുടരുന്നു. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ ഒരാൾ കൂടി മരിച്ചതോടെ മരണസംഖ്യ 17ആയി. ISSF ഷൂട്ടിംഗ് ജൂനിയർ ലോകകപ്പിൽ 16 മെഡലുകളുമായി ഇന്ത്യ ഒന്നാമത്. വാർത്തകൾ വിശദമായി. പശ്ചിമബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. മറ്റന്നാൾ 142 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുക. ഒരു റിപ്പോർട്ട്. പശ്ചിമബംഗാളിൽ രണ്ടാമത്തെയും അവസാനത്തെയും ഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം ഇന്ന് വൈകുന്നേരം അവസാനിക്കും. പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് ജഗത്ദാലിലെ ജിലേബി മഠിൽ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. BJP നേതാവും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷാ ബെഹാല താനെയിലും ഹൂഗ്ലിയിലെ ചന്ദനഗർ ബാഗ് ബസാറിലും റോഡ് ഷോകൾ നടത്തും. തൃണമൂൽ കോൺഗ്രസ് നേതാവും മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി സ്വന്തം മണ്ഡലമായ ഭവാനിപൂരിൽ പൊതുജനസമ്പർക്ക പരിപാടി നടത്തും. തൃണമൂൽ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജി റാണാഘട്ട്, ഹൂഗ്ലി, അരാങ് ബാഗ്, മഹേഷ് തല എന്നിവിടങ്ങളിൽ പ്രചാരണത്തിനെത്തും. രണ്ടാംഘട്ട വോട്ടെടുപ്പിനായി കർശന സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. വോട്ടെടുപ്പ് തടസ്സപ്പെടുത്താനോ വോട്ടർമാരെ സ്വാധീനിക്കാനോ ഉള്ള ഏതൊരു ശ്രമത്തെയും കർശനമായി നേരിടുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. ഈ മാസം 23 നടന്ന ആദ്യഘട്ട വോട്ടെടുപ്പിൽ പശ്ചിമബംഗാളിൽ 93.19% പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നു. മെയ് 4 വോട്ടെണ്ണൽ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 5 ദിവസത്തെ ഹിമാചൽ പ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. വേനൽക്കാല വസതിയായ ഷിംലയിലെ രാഷ്ട്രപതി നിവാസിലാകും ശ്രീമതി മുർമു തങ്ങുക. ബുധനാഴ്ച ഷിംല ലോക് ഭവനിൽ ഹിമാചൽ പ്രദേശ് ഗവർണർ ഒരുക്കുന്ന വിരുന്നിൽ രാഷ്ട്രപതി പങ്കെടുക്കും. വ്യാഴാഴ്ച രാഷ്ട്രപതി അടൽ തുരങ്കം സന്ദർശിക്കും. സന്ദർശനത്തിന്റെ അവസാന ദിവസം രാഷ്ട്രപതി ഷിംലയിലെ ആർമി ട്രെയിനിംഗ് കമാൻഡിലും സന്ദർശനം നടത്തും. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ആന്ധ്രാപ്രദേശിലെത്തും. ഇന്ന് വൈകുന്നേരം വിശാഖപട്ടണത്ത് നടക്കുന്ന ആന്ധ്ര സർവകലാശാലയുടെ ശതാബ്ദി ആഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സിക്കിം ഉത്തർപ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഇന്ന് ഗാംഗ്ടോക്കിലെത്തുന്ന പ്രധാനമന്ത്രി സിക്കിമിന്റെ 50ാം സംസ്ഥാന രൂപീകരണ സമാപന ചടങ്ങിലും വിവിധ വികസന പരിപാടികളിലും പങ്കെടുക്കും. ഇന്ന് ഉച്ചയ്ക്ക് ബിരാലുദ്വാരിൽ നിന്ന് MG മാർഗ് വരെ റോഡ് ഷോ നടത്തുന്ന പ്രധാനമന്ത്രി നാളെ ഉത്തർപ്രദേശിലെത്തും. ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നാളെ കിർഗിസ്ഥാനിലെ ബിഷ്കെക്കിലെത്തും. ലോകത്ത് നിലനിൽക്കുന്ന സുരക്ഷാ വെല്ലുവിളികൾക്കിടയിൽ ആഗോള സമാധാനത്തോടുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത യോഗത്തിൽ ഉയർത്തിക്കാട്ടുമെന്ന് സമൂഹമാധ്യമ പോസ്റ്റിൽ അദ്ദേഹം വ്യക്തമാക്കി. ബിഷ്കെക്കിൽ SCO അംഗരാജ്യങ്ങളിലെ പ്രതിരോധ മന്ത്രിമാരുമായും അവിടെയുള്ള ഇന്ത്യൻ സമൂഹവുമായും കൂടിക്കാഴ്ചകൾ നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. രാജ്യസഭയിൽ BJP MPമാരുടെ അംഗബലം 113ആയി ഉയർന്നു. ആം ആദ്മി പാർട്ടിയിൽ നിന്ന് രാജിവെച്ച 7 MPമാരെ BJPയിൽ ഉൾപ്പെടുത്തുന്നതിന് സഭാധ്യക്ഷനും ഉപരാഷ്ട്രപതിയുമായ CP രാധാകൃഷ്ണൻ അംഗീകാരം നൽകിയതായി കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. ഇതോടെ രാജ്യസഭയിൽ ആം ആദ്മി പാർട്ടി MPമാരുടെ എണ്ണം 3ആയി കുറഞ്ഞു. ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവയ്ക്കുന്നതിനുള്ള ചർച്ച കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം $5 ബില്യൺ ഇരട്ടിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് ഈ കരാർ. വൈറ്റ് ഹൌസ് കറസ്പോണ്ടന്റ് വാർഷിക വിരുന്ന് 30 ദിവസത്തിനുള്ളിൽ വീണ്ടും നടത്തണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ശനിയാഴ്ച വൈകിട്ട് വാഷിംഗ്ടണിലെ ഒരു ഹോട്ടലിൽ ട്രംപ് ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരും മാധ്യമപ്രവർത്തകരും പങ്കെടുത്ത ഡിന്നറിനിടെ വെടിവയ്പ് നടന്ന പശ്ചാത്തലത്തിലാണ് പരിപാടി താമസിയാതെ വീണ്ടും നടത്താൻ അദ്ദേഹം ആവശ്യപ്പെട്ടത്. ഭാവിയിൽ ഇത്തരം പരിപാടികളിൽ സുരക്ഷ ഉറപ്പാക്കാൻ മെച്ചപ്പെട്ട നടപടികൾ സ്വീകരിക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഇന്ന് അന്താരാഷ്ട്ര ഡിസൈൻ ദിനം. 1963 ഏപ്രിൽ 27 ഇന്റർനാഷണൽ കൌൺസിൽ ഓഫ് ഡിസൈൻ സ്ഥാപിതമായതിന്റെ സ്മരണാർത്ഥമാണ് ലോകമെമ്പാടും ഈ ദിനം ആഘോഷിക്കുന്നത്.
ഡിസൈനിന്റെ മൂല്യത്തെയും മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള അതിന്റെ കഴിവിനെയും തിരിച്ചറിയാനുള്ള അവസരമാണ് ഈ ദിവസം. ഇടവേളകളിലെ ഇടങ്ങൾ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഇറാനും അമേരിക്കയും തമ്മിലുള്ള വെടിനിർത്തൽ ചർച്ചകൾ പുനരാരംഭിക്കാൻ പാകിസ്ഥാന്റെ നേതൃത്വത്തിൽ ശ്രമം തുടരുന്നു. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ഇന്നലെ ഇസ്ലാമാബാദിൽ തിരിച്ചെത്തി. നേരത്തെ ഇറാൻ വിദേശകാര്യമന്ത്രി ഇസ്ലാമാബാദിൽ നിന്ന് മടങ്ങിയതിന് തൊട്ടുപിന്നാലെ ഇറാന്റെ നിസ്സഹകരണം കാരണം ദൌത്യം റദ്ദാക്കിയതായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിരുന്നു. യുഎസ് പ്രസിഡന്റ് നയതന്ത്ര ചർച്ചകളെ ഗൌരവത്തോടെയാണോ സമീപിക്കുന്നത് എന്നത് വ്യക്തമല്ലെന്ന് അരാക്ചി പ്രതികരിച്ചു. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദങ്ങളെ എതിർക്കാനും അമേരിക്കയുടെ സമ്മർദ്ദങ്ങളെ ചെറുക്കാനും ഇറാൻ ഇപ്പോഴും ശേഷിയുണ്ടെന്ന് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗലീബാഫ്. ഫോർമൂസ്, ബാബ എൽ മൌണ്ട് കടലിടുക്കുകൾ, പൈപ്പ് ലൈനുകൾ എന്നിവയുൾപ്പെടെയുള്ള ഇറാന്റെ ഇന്ധന വിതരണ മേഖലകൾ യുഎസിനെ ശക്തമായി പ്രതിരോധിക്കുമെന്ന് ഗാലിബാഫ് വ്യക്തമാക്കി. വേനൽക്കാലം എണ്ണ ആവശ്യകതയുടെ ഏറ്റവും ഉയർന്ന സീസണാണെന്നും ഏതെങ്കിലും രീതിയിലുള്ള തടസ്സങ്ങൾ മേഖലയിൽ കൂടുതൽ ആഘാതം സൃഷ്ടിക്കുമെന്നും ഗാലിബാഫ് അറിയിച്ചു. പെരിയാർ കടുവാ സങ്കേതത്തിൽ ആദ്യമായി നീലക്കുറിഞ്ഞി പൂത്തു. സങ്കേതത്തിനുള്ളിലെ മംഗളാദേവി വനമേഖലയിലാണ് 12 വർഷത്തിലൊരിക്കൽ വിരിയുന്ന നീലവസന്തം ദൃശ്യമായത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. പശ്ചിമഘട്ട മലനിരകളുടെ അപൂർവ കാഴ്ചയായ നീലക്കുറിഞ്ഞികൾ ഇതാദ്യമായാണ് പെരിയാർ കടുവാ സങ്കേതത്തിൽ പൂവിടുന്നത്. മംഗളാദേവി ഭാഗത്തെ നിശ്ചിത പ്രദേശത്താണ് കുറിഞ്ഞിച്ചെടികൾ വ്യാപകമായി പൂത്തുനിൽക്കുന്നത്. വനംവകുപ്പ് ജീവനക്കാർ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി വനത്തിനുള്ളിലെത്തിയപ്പോൾ ഈ വർണ്ണക്കാഴ്ച ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. മംഗളാദേവി ക്ഷേത്രത്തിലെ ചിത്ര പൗർണമി ഉത്സവത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് ഈ ദൃശ്യവിസ്മയം. എന്നാൽ സങ്കേതത്തിന്റെ മറ്റു ഭാഗങ്ങളിലും കുറിഞ്ഞിച്ചെടികൾ കണ്ടെത്തിയിട്ടുണ്ടെന്നും വരും ദിവസങ്ങളിൽ കൂടുതലിടങ്ങളിൽ ഇവ പൂക്കാൻ സാധ്യതയുണ്ടെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഒരാൾ കൂടി മരിച്ചു. വടക്കാഞ്ചേരി കുണ്ടന്നൂർ സ്വദേശി രാകേഷാണ് മരിച്ചത്. ഇതോടെ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 17ആയി. കേരളത്തിൽ കനത്ത ചൂട് തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് ഇടുക്കി, വയനാട് ഒഴികെയുള്ള 12 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. അതേസമയം കനത്ത ചൂടിന് ആശ്വാസം പകർന്ന് വിവിധ ജില്ലകളിൽ ഇന്നലെ വേനൽ മഴയെത്തി. വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. പശ്ചിമബംഗാളിലെ ചൽത്തബേരിയിലെ ബമുനിയയിൽ ബോംബ് സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് ഒരാൾ അറസ്റ്റിലായി. പ്രതിയായ വാഹിദുൽ ഇസ്ലാം മുല്ല സംഭവത്തിൽ നേരിട്ട് പങ്കാളിയാണെന്ന് എൻഐഎ വ്യക്തമാക്കി. ബോംബ് നിർമ്മാണ പ്രക്രിയയുമായി ബന്ധപ്പെട്ട് ഒരു തൃണമൂൽ പ്രവർത്തകൻ കൊല്ലപ്പെട്ടതായും അന്വേഷണ സംഘം അറിയിച്ചു. കേസിൽ എൻഐഎ അന്വേഷണം തുടരുകയാണ്. കെയ്റോയിൽ നടന്ന ISSF ഷൂട്ടിംഗ് ജൂനിയർ ലോകകപ്പിൽ 16 മെഡലുകളുമായി ഇന്ത്യ ഒന്നാമതെത്തി. 5 സ്വർണവും 6 വെള്ളിയും 5 വെങ്കലവും ഉൾപ്പെടെയാണ് ഇന്ത്യ ഈ നേട്ടം കൈവരിച്ചത്. IPL ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 ഡൽഹിയിലാണ് മത്സരം. 2 മണിക്കൂറിൽ താഴെ സമയത്തിൽ മാരത്തോൺ പൂർത്തിയാക്കുന്ന ആദ്യ അത്ലറ്റ് എന്ന ചരിത്ര നേട്ടം കുറിച്ച് കെനിയയുടെ സെബാസ്റ്റ്യൻ സാവെ. 31-കാരനായ സാവെ ലണ്ടൻ മാരത്തണിൽ 1 മണിക്കൂർ 59 മിനിറ്റ് 30 സെക്കൻഡിൽ ഫിനിഷിംഗ് പോയിന്റ് കടന്നു. 2023 കെൽവിൻ കിപ്റ്റം സ്ഥാപിച്ച 2 മണിക്കൂർ 35 സെക്കൻഡ് എന്ന റെക്കോർഡാണ് സാവെ തിരുത്തിയത്. ചാവേർ ബോംബാക്രമണത്തിൽ മാലി പ്രതിരോധ മന്ത്രി കൊല്ലപ്പെട്ടു. തലസ്ഥാനമായ ബമാക്കോയ്ക്ക് സമീപമുള്ള വസതിയിൽ നടന്ന ചാവേർ ആക്രമണത്തിലാണ് പ്രതിരോധ മന്ത്രിയായ സാദിയോ കമാര കൊല്ലപ്പെട്ടത്. രാജ്യത്തുടനീളം വിഘടനവാദികൾ നടത്തിവരുന്ന സംഘടിത കലാപങ്ങളുടെ ഭാഗമായാണ് ആക്രമണമെന്നാണ് റിപ്പോർട്ട്. കേന്ദ്ര സ്ഥിതിവിവര കണക്ക് പദ്ധതി നിർവഹണ മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ഭരണനിർവഹണത്തിനായുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഡാറ്റയുടെ ഏകോപനം എന്ന വിഷയത്തിൽ ഈ മാസം 29 മുതൽ ഭുവനേശ്വറിൽ ദ്വിദിന ദേശീയ ഉച്ചകോടി സംഘടിപ്പിക്കും. കഴിഞ്ഞ വർഷം ഡിസംബറിൽ നടന്ന സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ചീഫ് സെക്രട്ടറിമാരുടെ 5ാമത് ദേശീയ സമ്മേളനത്തിന്റെ തുടർച്ചയായാണ് ഈ ഉച്ചകോടി. നയരൂപീകരണത്തിലും ഭരണനിർവഹണത്തിലും വിവരങ്ങൾ കൂടുതൽ വിപുലമായി ഉപയോഗിക്കുന്നത് സംബന്ധിച്ച കർമ്മ പദ്ധതികളെക്കുറിച്ച് ഉച്ചകോടി ചർച്ച ചെയ്യും. നിയമസഭാ ദിനമായ ഇന്ന് രാവിലെ സ്പീക്കർ AN ഷംസീർ നിയമസഭാ സമുച്ചയത്തിൽ വാച്ച് ആൻഡ് വാർഡിന്റെ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ചു. തുടർന്ന് നിയമസഭയിലെ പ്രതിമകളിൽ പുഷ്പാർച്ചന നടത്തി. നിയമസഭാ ദിനാഘോഷങ്ങളുടെ ഭാഗമായി മെയ് 3 വരെ പൊതുജനങ്ങൾക്ക് നിയമസഭാ മന്ദിരവും മ്യൂസിയവും സന്ദർശിക്കാനാവശ്യമായ സൌകര്യവും ഒരുക്കിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമബംഗാളിൽ 2ാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. വോട്ടെടുപ്പ് മറ്റന്നാൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 5 ദിവസത്തെ ഹിമാചൽ പ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ആഗോള സമാധാനത്തോടുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ യോഗത്തിൽ ഉയർത്തിക്കാട്ടുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള വെടിനിർത്തൽ ചർച്ചകൾ പുനരാരംഭിക്കാനുള്ള ശ്രമം ഇസ്ലാമാബാദിൽ തുടരുന്നു. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ ഒരാൾ കൂടി മരിച്ചതോടെ മരണസംഖ്യ 17ആയി. ISSF ഷൂട്ടിംഗ് ജൂനിയർ ലോകകപ്പിൽ 16 മെഡലുകളുമായി ഇന്ത്യ ഒന്നാമത്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 3 മണിക്ക്.